ഇലക്ഷൻ്റെ ടൈമിൽ സുനിൽകുമാർ വോട്ട് ചോദിക്കാൻ അങ്ങോട്ട് കിടന്നു, വഞ്ചിയിൽ കിടന്നപ്പോൾ പറഞ്ഞു ഞാൻ ജയിക്കച്ച അവിടെ ഞങ്ങൾക്കൊരു പാലട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ ഇങ്ങോട്ട് കിടത്തും ചെയ്തു. ആൾ മന്ത്രിയായപ്പോൾ ഞങ്ങൾക്ക് പാലട്ട് തന്നു. ജനങ്ങളുടെ ഒരു പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ് VS സുനിൽകുമാർ വഴി ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ പോകണമെങ്കിലൊക്കെ തന്നെ അവർ വഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത്. വഞ്ചി എന്ന് പറയുന്നത് കയറ് കെട്ടി വലിക്കുന്ന വഞ്ചി. ഇത് വളരെ ഒരു ഉപകാരം ഞങ്ങൾക്ക് സുനിൽകുമാർ ചെയ്തു തന്നതാണ്, ഞങ്ങളത് മറക്കില്ല. ഇന്ന് ഇവിടുത്തെ ആളുകൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രദേശത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആളുകൾ കടപ്പെട്ടിരിക്കുന്നത് സുനിൽകുമാറിനോടാണ്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഇവിടുത്തെ കൃഷിക്കാർക്കെല്ലാം ഗുണം ചെയ്ത സംഗതിയാണ്. ഞങ്ങൾക്ക് ഇവിടെ പോകാനും വരാനും കൃഷി നോക്കാനും അതേപോലെ നെല്ല് കയറ്റി വിടാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഈ പാലം വന്നതോടുകൂടി ആ പ്രയാസങ്ങൾക്കൊക്കെ വലിയൊരു വ്യത്യാസം വന്നു. 40 വർഷത്തെ ഇവരുടെ ആവശ്യമാണ് ഈ പാലം ഇവിടെ വരണം എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കിയത് കഴിഞ്ഞ കൃഷിമന്ത്രി ഇവിടുത്തെ MLA കൂടിയായ VS സുനിൽകുമാറിൻ്റെ കാലഘട്ടത്തിലാണ്. സുനിൽകുമാർ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പാലം നിർമ്മിക്കുക. ഈ പ്രദേശത്തെ ആളുകളുടെ ദുരിതം നേരിട്ടറിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ശ്രീ സുനിൽകുമാർ ഇവിടെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് ആളുകളുടെ വിഷമം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പ്രതികരണം നടക്കുകയും ആ പ്രതികരണം നടപ്പാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സുനിൽകുമാർ. ജനങ്ങളുടെ ഏത് പ്രശ്നത്തിൻ്റെയും ഒപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് പറഞ്ഞ കാര്യം സുനിൽകുമാർ എന്തൊക്കെ ഈ പ്രദേശത്തെ ആളുകളോട് പറഞ്ഞിട്ടുണ്ടോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മണ്ഡലത്തിലെ ആളുകളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയിട്ടാണ് ഈ പാലം. ഇന്ന് ഇവിടുത്തെ ആളുകൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രദേശത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആളുകൾ കടപ്പെട്ടിരിക്കുന്നത് സുനിൽകുമാറിനോടാണ്. ഒരു ജനപ്രതിനിധി എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി അത് ഇടപെട്ട് ചെയ്യാൻ സുനിൽകുമാർ തയ്യാറായിട്ടുണ്ട്. അതിൽ ഈ പ്രദേശത്തെ ആളുകളും വളരെ സന്തോഷത്തിലാണ്. അവർ സൗകര്യപ്രദമായിട്ട് ഈ പാലം ഉപയോഗിക്കുന്നുണ്ട്. തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കുറിഞ്ഞാക്കൽ തുരുത്ത് എന്ന പ്രദേശത്തേക്ക് ഉള്ളൊരു പാലമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് VS സുനിൽകുമാറിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ KLDCയുടെ ഫണ്ട് ഉപയോഗിച്ച് 40 ലക്ഷം രൂപ ചെലവിലാണത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 50 വർഷത്തെ ഒരു അനുഭവം എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ 3 കുടുംബമാണ് ഉണ്ടായിരുന്നത് ഈ തുരുത്തിൽ. ആ 3 കുടുംബം പോയി ഇപ്പോൾ 20ഓളം കുടുംബം ഇവിടെ താമസിക്കുന്നു. ഈ കുടുംബത്തേക്ക് ആശ്രയിച്ചിരുന്നത് തോണി വഴിക്കാണ്. 50 വർഷത്തിന് മുൻപ് ഈ റോഡ്, നേരെ കാണുന്ന റോഡ് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെ നിന്നാണ് തോണി തുഴഞ്ഞ് ഇങ്ങോട്ട് പോയിരുന്നത്. ആ 3 കുടുംബം പിന്നെ കൂടുതൽ കുടുംബങ്ങളായി. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും 40 വർഷത്തെ ഇവരുടെ ആവശ്യമാണ് ഈ പാലം ഇവിടെ വരണം എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കിയത് കഴിഞ്ഞ കൃഷിമന്ത്രി ഇവിടുത്തെ MLA കൂടിയായ VS സുനിൽകുമാറിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ കുറിഞ്ഞാക്കൽ നിവാസികളുടെ ഒട്ടുമിക്കവർക്കും ഇവിടെ ഭൂമിയുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പാലം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രം ആക്കി മാറ്റാൻ വേണ്ടി ഇത് കഴിയും. ഇതിനോട് ചേർന്ന് തന്നെ പുല്ലഴിയിലേക്കുള്ള റോഡ് ഇതിന് അപ്രോച്ചായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേയിലേക്ക്, ശോഭ സിറ്റിയിലേക്കുള്ള കണക്ഷൻ റോഡ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഭാവിയിൽ ടൂറിസത്തിന് ഏറ്റവും വലിയ സാധ്യത ഉപയോഗപ്പെടുത്താവുന്നതാണ്. സുനിൽകുമാർ ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത്, തൃശ്ശൂർ പട്ടണത്തിനകത്ത് ഇത്തരത്തിൽ തോണിയിൽ സഞ്ചരിക്കുന്ന
തോണിയിൽ സഞ്ചരിച്ച് എത്തേണ്ട ഒരു പ്രദേശമുണ്ടോ എന്നുള്ള ആശ്ചര്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവരുടെ ഇപ്പോഴുള്ള 20 കുടുംബത്തിന് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വൈദ്യസഹായത്തിനായാലും അങ്ങനെ അവരുടെ ജീവിത നിലവാരത്തിന് വലിയ ഒരു മാറ്റം ഈ പാലത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കേവലം ഒരു 20 വീടിൻ്റെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പാലത്തിൻ്റെ ഒരു പദ്ധതിയല്ല. ഇതിനോട് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ അപ്പുറത്തുള്ള റോഡുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശോഭാ സിറ്റിയിലേക്കും അതുപോലെ തന്നെ ഈ ഇപ്പുറത്ത് ഇടതുവശത്തു കൂടെ പോയി കഴിഞ്ഞാൽ പുല്ലഴിയിൽ ചെന്ന് നേരെ വെങ്കിടങ്ങിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ആ രീതിയിലേക്ക് പിന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. 2018 ഫ്ലഡ് വലിയ പേമാരി വെള്ളപ്പൊക്കം വന്ന സാഹചര്യത്തിൽ ഇവിടെ ആകം മൂടിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ട് തന്നെ അതിനെ നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയുള്ള മിക്കവാറും കൃഷിയെ ആശ്രയിച്ച് ഉള്ള ഒരു പ്രദേശം പടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് ഈ പാലം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഗതാഗത സൗകര്യം കോളിലേക്ക് പോകാനും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനും തൃശ്ശൂരിൽ നിന്ന് പുഴയ്ക്കൽ കേന്ദ്രീകരിച്ച് ഒരു ബൈപ്പാസ് എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനും ഈ പാലത്തിൻ്റെ നിർമ്മിതിയോടുകൂടി കഴിയുന്നു. അങ്ങനെ ഈ പ്രദേശം അയ്യന്തോളിൻ്റെ ഏറ്റവും അത്യാവശ്യ സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ പാലത്തിലൂടെ തന്നെ ഈ പ്രദേശത്ത് അയ്യന്തോളിന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലും അത് പ്രദേശങ്ങളിലേക്കും ഉള്ള ഗതാഗതവും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഈ പാലം വികസിക്കും. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ ഒരു പതിറ്റാണ്ടുകാലത്തെ സ്വപ്നമാണ് VS സുനിൽകുമാർ വഴി ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്നും VS സുനിൽകുമാറിനോട് കടപ്പെട്ടിരിക്കും. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എല്ലാ ജനങ്ങളോടും വളരെ സാധാരണക്കാരോടും വളരെ അവനവൻ്റെ ബന്ധുക്കൾ എന്ന നിലയിൽ നമ്മളോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ പെരുമാറുന്ന ഒരാളാണ്. ഇവിടെ വഞ്ചിയിൽ അവിടെ നിന്ന് ഇങ്ങനെ വഞ്ചി വലിച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ വഞ്ചി മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റാതിരുന്നിട്ടുള്ള കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മഴക്കാലം വരുന്ന സമയത്ത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എല്ലാം മാറി നല്ലൊരു രീതിയിൽ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഒരു സൗകര്യങ്ങൾ അത് സുനിൽകുമാർ കാരണമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ 30 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ പുറത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലൊക്കെ തന്നെ അവർ വഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത്. വഞ്ചി എന്ന് പറയുന്നത് കയറ് കെട്ടി വലിക്കുന്ന വഞ്ചിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് സഖാവ് സുനിൽകുമാർ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സുനിൽകുമാർ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പാലം നിർമ്മിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും മന്ത്രിയാവുകയും ചെയ്തു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ തീരുമാനം എടുത്ത് ഇവിടെ പാലം പണിയണം. അപ്പോൾ അതിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ആൾ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. കൃഷി വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പാലം പണിത്. ഒരു 20 കുടുംബങ്ങൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാലമാണ്. പണ്ടൊക്കെ തന്നെ ആശുപത്രി കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പോയിരുന്നത്. വഞ്ചി ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് അക്കരെ കടക്കാനും തിരിച്ചു പോകാനൊക്കെ ശ്രമിച്ചത്. ഞങ്ങളിവിടെ താമസക്കാരാണ്, കൃഷിക്കാരാണ്. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഇവിടെ നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇവിടെ പോകാനും വരാനും കൃഷി നോക്കാനും അതേപോലെ നെല്ല് കയറ്റി വിടാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഈ പാലം വന്നതോടുകൂടി ആ പ്രയാസങ്ങൾക്കൊക്കെ വലിയൊരു വ്യത്യാസം വന്നു. വളരെ സുഗമമായ യാത്രയായി. ഞങ്ങൾക്ക് കാറ് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ നെൽപ്പാടങ്ങൾക്ക് ഇപ്പോൾ പോവാം, ബൈക്ക് കൊണ്ട് പോവാം. അപ്പോൾ നെല്ല് കയറ്റി പോകണമെങ്കിൽ വളരെ പെട്ടെന്ന് അയ്യന്തോൾക്കുള്ള ആക്സസ് കിട്ടി. ഇത് വളരെ ഒരു ഉപകാരം ഞങ്ങൾക്ക് സുനിൽകുമാർ ചെയ്തു തന്നതാണ്. ഞങ്ങളത് മറക്കില്ല. ഞാൻ അവിടുന്ന് താമസമായിട്ട് 22 കൊല്ലമായി. അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കിടക്കാൻ വഞ്ചിയിലാണ് കിടക്കുക, അങ്ങോട്ട് വഞ്ചിയിലാണ് കിടക്കുക. ഈ കുളവാഴയും ചണ്ടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നീക്കിയിട്ട് വേണം കിടക്കാൻ. ഇലക്ഷൻ്റെ ടൈമിൽ സുനിൽകുമാർ വോട്ട് ചോദിക്കാൻ അങ്ങോട്ട് കിടന്നു, വഞ്ചിയിൽ കിടന്നു. വഞ്ചിയിൽ കിടന്നപ്പോൾ പറഞ്ഞു, ഞാൻ ജയിക്കച്ച അവിടെ ഞങ്ങൾക്കൊരു പാലട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ ഇങ്ങോട്ട് കിടത്തും ചെയ്തു.
ആൾ മന്ത്രിയായപ്പോൾ ഞങ്ങൾക്ക് പാലട്ട് തന്നു. ആൾ നല്ല ഉപകാരമാണ് ചെയ്തത്. അതിൽ മുപ്പാട് 25 കൊല്ലം തേറമ്പല MLA ആയിട്ട് ഇരിക്കുന്ന കാലത്ത് ഈ വഴി അറിയില്ല എന്ന് വന്നിക്കണ. ഞങ്ങളൊന്നും അയാൾക്ക് ചോട്ട് നടന്നതാണ്. ഇപ്പം അയാൾക്ക് ഈ വഴി അറിയില്ലേ, കുഞ്ഞാക്കൽ വഴി അറിയില്ലേ, സുനിൽകുമാറിന് വഴി അറിയും. അയാളെ ജയിപ്പിക്കാൻ ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ്. ഈ സുനിൽകുമാർ ഇവിടെ MLA ആയതിന് ശേഷം അതിന് മുമ്പ് തന്നെ അങ്ങേര് ഇവിടെ ഞങ്ങൾ പാലാടണമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ MLA ആയ സമയത്ത് മന്ത്രിയായതിനു ശേഷം ഞാൻ തന്നെ നേരിട്ട് ആൾക്കൊരു കത്തയച്ചു മന്ത്രിക്ക്. അതിന് പിറ്റേസ്ക്ക് മറുപടി തന്നു. ഇത്ര ദിവസങ്ങളാണ് ഫണ്ട് അനുവദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പാലാട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടുത്തെ ജനങ്ങളൊക്കെ അതിന് സപ്പോർട്ടാണ്. ഞങ്ങൾ ഇവിടുത്തെ വർക്കിന് ഇങ്ങോട്ട് പോകുമ്പോൾ തോണിയിലെ പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റി തന്നു. മന്ത്രിയായാൽ ഞങ്ങൾക്ക് എല്ലാ സഹകരണം ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഇവിടുത്തെ കൃഷിക്കാർക്കെല്ലാം ഗുണം ചെയ്ത സംഗതിയാണിത്.